ഹലോ, വെൽക്കം ടു ലൈഫ് ആൻഡ് ലീഫ് വിത്ത് ശ്രുതി. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 7 വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് എല്ലാം നല്ല കനം കുറഞ്ഞു വേണം അരിയാൻ, കാരണം ഇത് വെള്ളമില്ലാതെയാണ് ഈ അവിയൽ തയ്യാറാക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായ ആണെങ്കിലും ബീൻസ് ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞു വെക്കാൻ, നീളത്തിലും വേണം അരിഞ്ഞു വെക്കാൻ. ചേനയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കനം കുറച്ച് വേണം അരിഞ്ഞു വെക്കാൻ. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇതിലും തന്നെ വരുന്ന വെള്ളം കൊണ്ടാണ് നമ്മൾ ഇത് വേവിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലും ഉണ്ടാക്കാം, പക്ഷെ ഇതിൽ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക് പാനാണ് പ്രിഫർ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ടിട്ട് ചേർക്കാം. ഇനി വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. ഇങ്ങനെ മൂടി വെക്കുമ്പം അതിൽ നിന്ന് തന്നെ ഈ വെജിറ്റബിൾസിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടില്ല. ഒരു 15 മിനിറ്റിന് ശേഷം നോക്കിയപ്പം അത്യാവശ്യം കുറച്ച് വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സി ജാറിലിട്ട് ഒരു 15ഓളം ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും. ഞാൻ നേരത്തെ അവിയൽ വേവിക്കുമ്പോൾ അതിൽ പച്ചമുളക് ഇട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കണം. വെള്ളം ഒട്ടുമേ ചേർക്കാൻ പാടില്ല, ജസ്റ്റ് ഇതേപോലെ ഒതുക്കിയെടുത്താൽ മതി. വെള്ളം നമ്മൾ തീരെ ചേർക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോൺ സ്റ്റിക് ആകുമ്പോൾ അധികം പേടിക്കേണ്ട. പക്ഷെ നിങ്ങൾ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് എന്തായാലും നോക്കിയേ മതിയാവുള്ളൂ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പം പച്ചക്കറികളെല്ലാം ഇതേ കണ്ടോ അത്യാവശ്യം നന്നായി വെന്തിരിക്കുന്നു. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിരുന്നില്ല, പക്ഷെ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. അരപ്പെല്ലാം ചേർത്ത് ഒന്ന് അതിന്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം. അതിനുശേഷം മാത്രമേ അതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. 5 മിനിറ്റിന് ശേഷം പാത്രം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ആവിയെല്ലാം വന്ന് ഇത് നല്ല പോലെ വെന്തിരിക്കുന്നു. നല്ല മണമാണ് ഈ സമയത്ത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ അവിയൽ വളരെ എന്താ പറയാ, ഓവർ ഡ്രൈയുമല്ല, എന്നാൽ ഓവർ ഇങ്ങനെ വെള്ളം പോലെയുമല്ല. പക്ഷെ നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു അവിയലാണ്. നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് ഇത് പുളിക്ക് വേണ്ടി തൈര് ഒഴിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മാങ്ങ ഇടാറുണ്ട്, തക്കാളി ഇടാറുണ്ട്. ഞാനിവിടെ തൈരാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എത്രത്തോളം പുളി വേണമോ അത്രത്തോളം തൈര് മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കണക്കിന് ഇവിടെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് നോക്കിയിട്ടാണ്, പിന്നെ പുളി വേണമെങ്കിൽ മാത്രമേ ഞാൻ പിന്നെയും ചേർക്കുന്നുള്ളൂ. ഇപ്പൊ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് നോക്കാം. കുറച്ചൊരു പുളി കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ചിട്ട് വേണം തൈരാണെങ്കിലും എന്ത് പുളിയാണെങ്കിലും ചേർക്കേണ്ടത്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ധാരാളമായിരിക്കും.
ഇനി അവസാനമായി അത്യാവശ്യം നന്നായി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച്, ഈ സമയത്തെല്ലാം ഫ്ലെയിം ഓഫാണ് കേട്ടോ, മൂടി വെക്കണം. നമ്മൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി അവിയൽ തയ്യാറായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല മണവും എല്ലാം വരുന്നുണ്ട്. ഒട്ടുമേ ഇതൊന്നും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാണ്ട് തീരെ വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. വളരെ ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പിയാണിത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതെങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.